ഹൃദയം ഭയങ്കര റിലേഷനാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുക, ആദരം കൊണ്ട് ഏറ്റുപറയുകയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഈശോ നമ്മളിങ്ങനെ പറയുമ്പം തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ആ സ്നേഹം ഇങ്ങനെ നമ്മൾ അത് ഇച്ചിരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല പറയാൻ. കാരണം ഒരു മടിയുണ്ട് നമ്മളെ കൊണ്ട്. ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പറയാൻ ഇച്ചിരി എളുപ്പമാണ്. പക്ഷേ ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് ഇച്ചിരി വെച്ചാൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നല്ലൊരു നോക്കിയോ, അത് എന്തോ നമ്മളെ ഭയങ്കര ഒരു ഫോഴ്സ് നമ്മളെ അതിൽ നിന്ന് തടയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് അതിനെ നമ്മൾ ഇല്ലംഘിച്ചിട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലത് ഭയങ്കര ഒരു ദൈവസ്നേഹം നമ്മളിലേക്ക് വരും. കാരണം ഇതെല്ലാത്തിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ കിടക്കുവാണേ, ഈശോയോടുള്ള സ്നേഹത്തിലേ. അതെ നമ്മൾ പറയുന്നതല്ലേ, ഇത് ദൈവത്തിൻ്റെ കൊതിയല്ലേ. നമ്മളൊരു കുഞ്ഞു സ്നേഹമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് മഹാസ്നേഹം പ്രതീക്ഷിക്കുക. കാരണം ദൈവം ഇത്രയും സ്നേഹം തന്നിട്ടേ ഇത്രയും തരുമല്ലേ. അപ്പോൾ അന്നേരം അത് നമ്മൾ കൊടുക്കണം. അത് ഭൂമിയിലും സ്വർഗത്തിലും അതേ ഉള്ളൂ. ഈ നമുക്ക് സ്നേഹം കൊടുക്കാന്നുള്ളതല്ലാതെ വേറൊന്നും നമ്മൾ ആദ്യമായിട്ട് അന്വേഷിച്ച് പിന്നെ അന്വേഷിച്ച് കഴിയുമ്പോൾ വേറെ അഗാധങ്ങളിൽ ഒന്നുമില്ല. ഈ സ്നേഹം മാത്രമേ. നമുക്കിവിടെ ഉണ്ടായ അനുഭവം ഞാനത് ഇങ്ങനെ പണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട് കിടപ്പേ. അതിനകത്ത് ഈശോ ഞാനിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം ഒരു 10,000-20,000 പ്രാവശ്യം വായിച്ചതിന് ശേഷം, ഞാൻ ആദ്യം തൊട്ട് പറയുന്നില്ല, ഒത്തിരി ഉണ്ടാകും ഇതിൻ്റെ ഇതായിട്ടേ. അപ്പോൾ അത് സെമിനാരി തൊട്ട് വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു 5 പ്രാവശ്യം ഏലും യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം തൊട്ട് 17-ാം അധ്യായം വരെ വായിക്കുമായിരുന്നു. അങ്ങനെ 5 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത്. വായിക്കാൻ അത്ര എളുപ്പമല്ല, ദൈവം കൃപ തന്നാലേ പറ്റത്തുള്ളൂ, അത്രയും ആവർത്തിച്ചേ. അങ്ങനെ ഒരു ഇവിടെ 96 വരുന്നു. എന്നാൽ ഒരു 97 ആയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു വീട്ടിലും വന്ന് ഞാൻ അങ്ങനെ വായിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത്. ഒരു 20,000 പ്രാവശ്യം വായിക്കാണ് ആ ഭാഗം വായിച്ചേ. അപ്പം അങ്ങനെ വായിച്ച് ഈ യോഹന്നാൻ്റെ സുവിശേഷമൊന്നും എല്ലാ സുവിശേഷവും ഈശോയുടെ ജീവിതം ഇങ്ങനെ അതുപോലെ സബ്സ്റ്റൻസ് ആക്കിയതാണ്, സത്തയാക്കിയതാണ്. കാരണം ഈ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിരുന്നെങ്കിൽ അത് വെക്കാൻ ഭൂമിക്ക് പോലും ഇട തികയാലായിരുന്നല്ലോ യോഹന്നാൻ പറയുന്നത്. അപ്പോൾ അത് ഒരു 21 അധ്യായമായിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ 21 പേജേ ഉള്ളൂ. അത് അത്രയും ചുരുക്കണമെങ്കിൽ അത് കോടിയിലൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് വർഷങ്ങളിരുന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കിയതാണ്. അത് സത്തയുടെ എന്ന് പറഞ്ഞ് അതുപോലെ ചുരുക്കിയതാണ് 21 അധ്യായങ്ങളും ഓരോ സുവിശേഷവും. അപ്പോൾ അതിനകത്ത് തന്നെ ഈ യോഹന്നാൻ്റെ സുവിശേഷം വെച്ച് നോക്കുമ്പോൾ ഈ 13 തൊട്ട് 17 വരെയുള്ള അധ്യായങ്ങൾ ഒരു ദിവസത്തെ ഈ 36 വർഷത്തെയാണ് പ്രധാനമായിട്ട് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 4-1 21 അധ്യായത്തിൻ്റെ 4-1 ഒരു വ്യാഴാഴ്ച വൈകിട്ട് സംഭവിച്ച കാര്യമാണ്. ബാക്കിയെല്ലാം മൊത്തമാണ്. ഇത് വ്യാഴാഴ്ച വൈകിട്ട് കുസ്തുർബാന സ്ഥാപിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതെല്ലാം. ഈ 13 തൊട്ട് 17 വരെ 18ൻ്റെ കുറേ കൂടെ ഉണ്ട്. അപ്പം 4-1 ബാക്കിയെല്ലാം 36 വർഷത്തെ ആണെങ്കിൽ 4-1 ഒരു ദിവസത്തിൻ്റെ